നമസ്കാരം. എൻ്റെ പേര് ജസ്റ്റീന പ്രിൻസ്. ഒഴുകുപാറയ്ക്കൽ ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സാഹിത്യോത്സവം 2024 ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ നവോത്ഥാന നായകനും നാടകകൃത്തും ഉപന്യാസകാരനുമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് 26 പഴയ മലബാറിലെ പൊന്നാനി താലൂക്കിൽ തൃത്താത്തല ഗ്രാമത്തിൽ വെള്ളിത്തിരുത്ത് താഴത്തുമനയിൽ ടി.എം. തുപ്പൻ ഭട്ടതിരിപ്പാടിനെ കിടങ്ങൂർ കൈപ്പലി ഇല്ലത്ത് ശ്രീദേവി അന്തർജനത്തിന്റെ മകനായി ജനിച്ചു. വെള്ളിത്തിരുത്ത് താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കർക്കശക്കാരനായ പിതാവിന്റെ കടുത്ത ശിക്ഷണത്തിലായിരുന്നു അദ്ദേഹം വളർന്നത്. 6-ാം വയസ്സിൽ ഉപനയനം കഴിഞ്ഞു. അദ്ദേഹത്തെ ഒരു വൈദികനാക്കാനായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത്. അതിനായി മേടത്ത് നമ്പൂതിരിയുടെ അടുക്കൽ വേദപഠനത്തിന് അയച്ചു. പിന്നീട് മുതുകുരിശി കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാടായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. 17-ാം വയസ്സിൽ ഷൊർണൂരിനടുത്തുള്ള മുണ്ടമുവ ശാസ്താംകോവിലിൽ ശാന്തിക്കാരനായി ചേർന്നു. ഇക്കാലത്താണ് ഒരു പെൺകുട്ടി അവളുടെ പാഠപുസ്തകത്തിന്റെ സംശയം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം തനിക്ക് അക്ഷരാഭ്യാസം ഇല്ല എന്നുള്ള കാര്യം സ്വയം തിരിച്ചറിയുന്നത്. പിന്നീട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിച്ചു. 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അലഹബാദ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിനാൽ സമുദായ ഭ്രഷ്ട് തോൽപ്പിക്കപ്പെട്ടു. പിന്നീട് തൃത്താത്തലയിൽ ആരംഭിച്ച വിദ്യാവിലാസിനി പാഠശാലയിൽ ചേർന്ന് പഠിച്ചു. അവിടെ വെച്ച് പരിചയപ്പെട്ട ശിഷ്യ മാധവിക്കുട്ടി വാരാസരെ അദ്ദേഹം വിവാഹം കഴിച്ചു. 1929 ഡിസംബർ 24 യുവജന സംഘത്തിന്റെ 11-ാം വാർഷികത്തിലാണ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇടം പിടിച്ച അദ്ദേഹത്തിന്റെ വ്യാഖ്യാത നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവതരിപ്പിക്കുന്നത്. സ്ത്രീകളെ അകത്തളങ്ങളിലും അടുക്കളയിലും തളച്ചിട്ടപ്പോൾ അതിനെതിരെ ഉയർന്ന ധീര ശബ്ദമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മകഥയായ കണ്ണീരും കിനാവും മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച രചനയാണ്. 1972 ഈ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കാലത്തിന്റെ സാക്ഷി, വി.ടിയുടെ കഥകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ്. 1982 ഫെബ്രുവരി 12 86 വയസ്സുള്ളപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് എന്ന സാമൂഹ്യ വിപ്ലവകാരി അന്തരിച്ചു. എന്റെ ലഘുപ്രഭാഷണം അവസാനിക്കുന്നു. നന്ദി.